ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ കറിയാണ് തയ്യാറാക്കുന്നത്. വെജിറ്റബിൾ പാൽ കറി. അത് രണ്ട് രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കറിയാക്കിയതിന് ശേഷം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീടാണ് പാൽ കറിയാക്കി മാറ്റിയത്. അപ്പോൾ ഒരു കറി തന്നെ രണ്ട് രീതിയിൽ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാകും ഇങ്ങനെ നമ്മൾ പാൽക്കറി തയ്യാറാക്കിയാൽ. ഇത് എരിവ് ആവശ്യമുള്ളവർക്ക് ആദ്യമേ നമ്മൾ ഈ കറി തയ്യാറാക്കിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കുക. പിന്നെ കുട്ടികൾക്ക് എരിവ് കുറച്ച് മതിയെന്നുള്ളവർക്ക് നമുക്ക് പാൽക്കറിയാക്കിയിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴതിലേക്ക് നമുക്ക് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഒരു 2 സ്പൂൺ മതി. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വിശേഷങ്ങളൊക്കെ പറയണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കണേ. നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമുക്ക് ആവശ്യമായിട്ടുള്ള, എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ വെജിറ്റബിൾസേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ എടുത്തത്. അതായത് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, അതേപോലെ അതിൻ്റെ ആ ക്യാരറ്റിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഒരു കഷ്ണം ബീറ്റ്റൂട്ട്, അത് ഒരു മുറി സവാള, പിന്നീട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ലേശം ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് 2, ഇത്രയുമാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും ലേശം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അതൊന്ന് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. ഒരു സവാളയുടെ പകുതിയാണത്. അതിട്ട് കൊടുത്ത് ആ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. ഒന്ന് വാടി വരട്ടെ. നമുക്കതിലേക്ക് സവാളയിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചതിക്കുന്ന പാനാണിത്, തെന്നെ ഇങ്ങോട്ട് വരിക. ഒരിക്കൽ വീണ് എണ്ണ തൂവി എൻ്റെ കാലൊക്കെ പൊള്ളി. അതിനുശേഷം എനിക്ക് പേടിയാണത്. നോക്കൂ, നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ചു വയ്ക്കാൻ, അന്നേരം പെട്ടെന്ന് അങ്ങ് വാടും. അതൊന്ന് വാടി വരട്ടെ. വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ആവിയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വാടിയൊന്ന് വരട്ടെ. ഇതിൻ്റെ കൂടെ പൊട്ടാറ്റോയും കൂടെ ഉണ്ടെങ്കിലും വളരെ ടേസ്റ്റിയാണ്. എൻ്റെ അടുത്തില്ലായിരുന്നു പൊട്ടാറ്റോ, ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും മാത്രം ചേർത്തിട്ടുള്ളൂ. നമ്മുടെ മിക്സഡ് വെജിറ്റബിൾസ് വാങ്ങുമല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കിയാലും വളരെ ടേസ്റ്റിയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പെരിഞ്ജീരകം അതൊരു
1 സ്പൂണോളം ചേർത്ത് ഒരു ലേശം ഉലുവ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല. കളറ് ഈ ബീറ്റ്റൂട്ടിൻ്റെ കളറങ്ങ് ആകുമ്പോൾ കറിക്ക് ഓവറായിട്ട് കളറായി പോകും. മുളക് പൊടി ചേർത്ത് മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ഒന്ന് നന്നായിട്ട് ആ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാവും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കണേ. ചപ്പാത്തിയുടെയൊക്കെ കൂടെ വളരെ ടേസ്റ്റിയാണ്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണത്. ബീറ്റ്റൂട്ട് ഇല്ലാണ്ട് നമ്മൾ കറി വയ്ക്കുകയാണെങ്കിൽ ഇത് ഒരു യെല്ലോയിഷ് കളറായിരിക്കും ഈ കറിക്ക്. ചുവപ്പ് കളർ വരില്ല. ബീറ്റ്റൂട്ടും കൂടി ചേർത്തിട്ട് നല്ല ചുവപ്പ് കളർ കിട്ടുന്നത്. നമ്മൾ അതിലേക്ക് സോയാ സോസാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി അതിലേക്ക് ഇത് നല്ല എരിവുള്ള ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തത്. പച്ചമുളകിൻ്റെ സോസാണ് ഇത്, അതല്ല റെഡ് ചില്ലിയുടെ അല്ല. ഇത് നമ്മുടെ നാട്ടിലെ കരണംപൊട്ടിമുളകൊക്കെ ഇല്ലേ, കാന്താരി കരണംപൊട്ടിമുളക്, അതിൻ്റെയൊക്കെ എരിവാണ് ആ ചില്ലി സോസിന്. അതിൻ്റെ കൂടെ നമ്മൾ അല്പം ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോസ് ടൊമാറ്റോ പേസ്റ്റല്ല, ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ വെജിറ്റബിൾസും എല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിനാണ് ഒഴിച്ചു കൊടുത്തത്. അത് ഇനി വെന്തൊന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ചെറിയ തീയിൽ വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ മാഗി ചിക്കൻ സ്റ്റോക്കില്ലേ, അതൊരു ലേശം നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റേറിയൻ കറിയാണ്, വെജിറ്റബിൾസ് മാത്രമുള്ള കറിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാവും. അതിനുവേണ്ടി ഇവിടെ ദേവനൊന്നും വെജിറ്റബിൾസ് മാത്രമായാലും അങ്ങോട്ട് ഇഷ്ടമാവില്ല. അതിനാണ് ഞാൻ ആ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തത്. നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും അത്. അതാണ്. ഇനി അതിലേക്ക് അല്പം മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആൾറെഡി സോൾട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കറിക്ക് പാകമായിട്ടുള്ള സോൾട്ടുണ്ട്. ഇത് നമ്മൾ അല്പം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിലേക്ക് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. അത് ഇത്തിരി കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ ഇത്രയായി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ആ പാൻ ആ സ്റ്റവിൽ ഇരിക്കുകയില്ല, നിന്നിട്ട് വരുന്നത്. പിടിച്ചുകൊണ്ട് നമ്മൾ ഇളക്കിയില്ലെങ്കിൽ പണി പാളും. ഇനി നമുക്ക് പാൽ കലക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. കോക്കനട്ട് മിൽക്കാണ് അത്, നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിൽ നിന്നും എനിക്കിത്തിരി എരിവൊക്കെ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചിങ്ങ് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിക്കായിട്ട് കലക്കി വെച്ച കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനിയും നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതിക്കോട്ടെ. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.
നോക്കൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ.